ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു അമ്പലത്തിക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് സോളോ ടെമ്പിൾ ഡേറ്റ് ആണ്. ആരുമില്ല. ഫേമസ് ആയിട്ടുള്ള അമ്പലം ഉണ്ടല്ലോ, ശ്രീ മീൻകുളത്തി ഭഗവതി ടെമ്പിൾ, പല്ലശ്ശന ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. സമയം അപ്പോൾ ഏകദേശം 8:20 ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 12 o'clock വരെ ഉണ്ടാവും അമ്പലം. അപ്പോൾ കുഞ്ചുനെ കൂട്ടിയില്ല, കുഞ്ചു നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ വരുമ്പോൾ. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പാലക്കാടൻ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഓക്കെ, കം വിത്ത് മീ. വെൽക്കം ടു ദ വീഡിയോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. കാർ അവിടെ ഇട്ടു, നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും കാണാനില്ല, കുറച്ച് തിരക്കേ ഉള്ളൂ. നോക്കട്ടെ, അകത്ത് പോയിട്ട് എന്തൊക്കെയാണ് കാഴ്ചകൾ എന്ന് നോക്കാം. നല്ല ചൂട് കടികളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് അല്ലേ. മാങ്ങയൊക്കെ വെക്കാൻ നല്ല പച്ചമാങ്ങ, മുല്ലപ്പൂവ്. നമ്മളെ മുല്ലപ്പൂ വാങ്ങിയിരിക്കുകയാണ് ഈ ചേച്ചിയുടെ കയ്യിൽ. ചേച്ചി ഒരു ഹായ് പറയൂ. താങ്ക് യു. ഇതേ നമ്മളെ മുല്ലപ്പൂ. സ്ലൈഡൊക്കെ തന്നുണ്ട് ചേച്ചി. ഇതാണ് അമ്പലം. പാർക്കിംഗ് ഉണ്ട്. ഇതാണ് ഫ്രണ്ട് കേട്ടോ. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് കേട്ടോ. ഈ വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത് ഉള്ളിലേക്ക്. നമ്മള് പൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടതെന്നാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നമ്മുടെ ജയം രവിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആനുവൽ ആഘോഷം ഉണ്ടാവുമല്ലോ അമ്പലത്തിൽ. അതിന് വേണ്ടിയിട്ട് പ്രത്യേക സെലിബ്രേഷന് ജയം രവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജയം രവി, പിന്നെ കെനീഷ. അവരുടെ ഗാനമാണോ എന്ന് അറിയില്ല. ലെറ്റ്സ് സീ. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാലൊക്കെ കഴുകിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല, നമുക്ക് ഇതുവരെ വീഡിയോ അലൗഡ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടോ. എന്നാൽ കാല് കഴുകിയിട്ട് നേരെ നമുക്ക് അമ്പലത്തിലോട്ട് കയറാം. ഇതാ അവിടെ കുളമുണ്ട് കേട്ടോ. നമുക്ക് ഇറങ്ങുമ്പോൾ പോകാം. അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. തൊഴുതിറങ്ങി പ്രസാദം കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടിയ പ്രസാദം. ഇതാണ് അമ്പലത്തിൻ്റെ കുളം കേട്ടോ. ഇവിടെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറും, ദോഷങ്ങളൊക്കെ മാറുന്നൊക്കെയാണ് ഐതിഹ്യം. നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. അറിയിപ്പ്: കുളത്തിൽ സൂക്ഷിച്ച് ഇറങ്ങുക. തമിഴിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 10 കാലമായിട്ടും തിരക്ക്, ഭയങ്കര തിരക്കുണ്ട്.
തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. കാരണം നമുക്കിത് ബോർഡറാണല്ലോ, തമിഴ്നാട്ടിൻ്റെ ബോർഡറാണ്. പൊള്ളാച്ചിയൊക്കെ ഇവിടെ അടുത്താണ്. കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഇതാണ് കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി. ഇവിടെ മീനിന് അവിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയറൊക്കെ ഉണ്ട് കേട്ടോ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ വഴി. അങ്ങോട്ടേക്ക് നീന്താനൊന്നും അലൗഡല്ല കേട്ടോ, കുളിക്കാനൊന്നും. അത് ഇഷ്ടം പോലെ മീനാണ്. ഓ അടിപൊളിയല്ലേ. അതാ പിന്നെ അവില് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? അവിലല്ല, പൊരിയാണല്ലേ. പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ. മീനിന് പൊരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. കാല് കടിക്കും ഇറങ്ങിയാൽ. അയ്യോ ദേ പാമ്പ്, 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 പാമ്പ്. അയ്യോ പേടിയാണ്, ഇറങ്ങാൻ പേടിയാണ് ഗൈസ്. പാമ്പിനെ കണ്ടു. ഇറങ്ങണോ വേണ്ടയോ? ഇന്ന് കാല് കഴുകിയിട്ട് പോണമെന്നാണ് നിയമം. നമ്മുടെ എന്താ പറയുക, അസുഖങ്ങളും എന്തെങ്കിലും ദേഹത്തിന് പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കുളത്തിൽ വന്നിട്ട് ഒന്ന് കൈയും കാലും കഴുകിയാൽ, ഈ വെള്ളം തട്ടിയാൽ എല്ലാം ശരിയാവുമെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ഇത് ഒരു താറാവ്. അതാണ് അത് ഈ പൊരി കഴിക്കാൻ വരിക. അത് എന്നെ പാമ്പ്? അത് വെള്ളപ്പാമ്പാണോ? ഇല്ല, മഞ്ഞ കളർ ഇല്ല. ഇത് കാല് കഴുകണ അതിൻ്റെ ഇടയിൽ പാമ്പിനെ കണ്ടു ഗൈസ്. പേടിച്ചിട്ട് വേഗം ഒരു സെക്കൻഡ് കൊണ്ട് കാലൊക്കെ കഴുകി തീർത്തൊക്കെ തലയിലേക്ക് ആക്കിയിട്ട് കയറി വന്നു. തിരക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിള്ളേരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ല ചൂട് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പും ഉണ്ട്. അപ്പോൾ വേഗം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ, ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ഒരു മല ഉണ്ടോ? ഈ മലയുടെ മുകളിലൊരു കുഞ്ഞമ്പലം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പല്ലശ്ശേനയ്ക്ക് പോണ വഴിക്ക് കാണുന്നതാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പടമൊക്കെ ഷൂട്ട് ചെയ്ത വാമല അമ്പലം ഇതാണെന്നാണ് ഗൂഗിളിലൊക്കെ കാണിക്കുന്നത്. പക്ഷെ ഇതല്ല. വാമല അമ്പലം ശരിക്കുള്ളത് പല്ലാവൂരാണ് കേട്ടോ. ഇത് വേറെ ഏതൊരു അമ്പലമാണ്. ഞാൻ ഇവിടെ ഒരു അടുത്തൊരു ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഗൂഗിളിൽ ഇതാണ് കാണിക്കുന്നത്. പക്ഷെ വാമല നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്നത് വാമല ക്ഷേത്രം പല്ലാവൂരാണ് കേട്ടോ, പല്ലശ്ശേനയല്ല. ഗൈസ്, ഞങ്ങളുടെ പാലക്കാടിന്റെ ഭംഗി കണ്ടോ? അടിപൊളി. ആരും കാണാനില്ല, വെയിലായതുകൊണ്ടായിരിക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. ഈവനിങ് ഒക്കെ ആവുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ ഇരിക്കാൻ.
അതിലെ റോഡൊക്കെ കണ്ടു, പഴയ വീടുകളും. ഇത് സ്കൂളാണ് കേട്ടോ, DMSB സ്കൂൾ.